സാബിറ പോയതും നജീബ് ഉമ്മയോട് ദേഷ്യപ്പെട്ടു. കുഞ്ഞുങ്ങളില്ലെന്ന് കരുതി ഇത്താത്തയോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കുട്ടികളില്ലാത്തവരും ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ? 10ഉം 15ഉം വർഷം കഴിഞ്ഞ് എത്ര പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്? ഇത് വെറും 5 വർഷമല്ലേ ആയുള്ളൂ. ഇക്കാക്ക ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവനും ഉണ്ടാവില്ലേ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം? സാബിറ വിഷമത്തോടെ എല്ലാം കേട്ടു നിന്നു. ഒരുപക്ഷെ നജീബ് ചിന്തിച്ചതുപോലെ മുജീക്ക ചിന്തിച്ചിരുന്നെങ്കിൽ അവൾ ആശിച്ചുപോയി. എങ്ങനെ സഹിക്കുന്നു ഇത്താത്ത? മുജീബ് സങ്കടത്തോടു കൂടി ചോദിച്ചു. നജീബിന് ഭക്ഷണം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്ന സാബിറയുടെ കണ്ണുകൾ നിറഞ്ഞു. സഹിച്ചല്ലേ പറ്റൂ. നജീബ് അവൾ കണ്ണീർ ഒളിപ്പിച്ചു വെച്ച് പുഞ്ചിരിയോട് പറഞ്ഞു. മുജീബ് മുബീനയും രാത്രി കയറി വരുമ്പോൾ നജീബിനെ കണ്ടു. മുജീബ് ചോദിച്ചു, നീ എപ്പോ വന്നു? ഞാൻ ഉച്ചയ്ക്ക് എത്തി, നജീബ് പറഞ്ഞു. എൻ്റെ അനിയനാ, ആള് ദുബായിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അത് കേട്ടതും മുബീന നജീബിനോട് ഹലോ പറഞ്ഞു. നജീബ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നതും അവൾ നീരസത്തോടെ മുജീബിനെ നോക്കി. അതിനുശേഷം മുജീബും മുബീനയും റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും മുബീന മുജീബിനോട് പരാതി പോലെ പറഞ്ഞു. നിങ്ങളുടെ അനിയന് എന്നെ പിടിച്ചില്ല എന്ന് തോന്നുന്നു. അവൻ പണ്ട് മുതലേ അങ്ങനെയാണ്. അധികം ആരോടും സംസാരിക്കില്ല. മുബീനയെ ആശ്വസിപ്പിക്കാൻ എന്നതുപോലെ മുജീബ് പറഞ്ഞു. സാബിറ എല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിരത്തിയപ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. ഉമ്മ പുതിയ മരുമകളെയും മകനെയും പ്രത്യേകം ക്ഷണിക്കുന്നതും അവരെ വിളമ്പി കൊടുത്ത് ഊട്ടുന്നതും നജീബ് ശ്രദ്ധിച്ചു. എല്ലാം ചെയ്തു കൊടുത്തിട്ടും സാബിറയോട് ഉമ്മ എന്നും തട്ടിക്കയറുന്നതും മോശം വാക്കുകൾ പറയുന്നതും നജീബ് കാണുന്നുണ്ടായിരുന്നു. പിന്നീട് ഉമ്മ നജീബിനോടായിട്ട് പറഞ്ഞു, എടാ, നിന്റെ ലീവ് തീരുന്നതിന് മുന്നേ നീ ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. ഇങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ എത്ര നാൾ ഒറ്റത്തടിയായിട്ട് നടക്കും? ഉമ്മ നജീബിനോട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. ആ സമയം മുജീബും ഉമ്മയെ സപ്പോർട്ട് ചെയ്തു. ഉമ്മ പറഞ്ഞത് നേരാ, 10-27 വയസ്സായില്ലേ നിനക്ക്? അത് കേട്ടത് നജീബ് ഒന്ന് മൂളി. വേണം, പക്ഷേ ഞാൻ കെട്ടുന്ന പെണ്ണിന് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ ഉമ്മ എന്നോട് പറയരുത്. എനിക്ക് അതിന് പറ്റില്ല. എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെയാണോ? സാബിറയെ ചൂണ്ടി ഉമ്മ ചോദിച്ചു. അത് കേട്ടതും നജീബ് ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അത് കേട്ടതും ഉമ്മയ്ക്ക് സന്തോഷമായി. അത് നന്നായി. ഇനി പെണ്ണ് കാണാനും മറ്റും സമയം കളയണ്ടല്ലോ, പെട്ടെന്ന് തന്നെ അതങ്ങ് നടത്താം. അത് കേട്ടതും നജീബ് ഒന്ന് ചിരിച്ചു. നീ എന്താടാ ചിരിക്കണേ? പെണ്ണ് ഈ നാട്ടുകാരിയാണോ? ഉമ്മ ചോദിച്ചു. നജീബ് അതിനെ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഈ നാട്ടുകാരി മാത്രമല്ല, ഈ വീട്ടുകാരി കൂടിയാ. അവൻ പറഞ്ഞത് മനസ്സിലാകാതെ ഉമ്മയും മുബീനയും മുജീബും പരസ്പരം നോക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ കെട്ടാൻ പോകുന്നത് സാബിറാനെയാ. ഏത് സാബിറ? ഉമ്മ ചോദിച്ചു. വേറെ ആരുമല്ല, ഇപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന പെണ്ണില്ലേ, അവളെ നിങ്ങൾ വേലക്കാരിയായിട്ടല്ലേ കാണുന്നത്? അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. സാബിറ കിച്ചണിൽ നിന്നും ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോയി. മുജീബും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. നജീബിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. നാണമില്ലേ നിനക്കിത് പറയാൻ? ചേട്ടൻ ഉപേക്ഷിച്ച ആ മച്ചിയെ തന്നെ വേണോ നിനക്ക് കെട്ടാൻ? ഈ നാട്ടിൽ വേറെ പെണ്ണില്ലാഞ്ഞിട്ടാണോ? നബീസുമ്മ ദേഷ്യത്തോടു കൂടി നജീബിനോട് ചോദിച്ചു. അത് ശരി, ഇക്കാക്ക് അവരുടെ മുന്നിൽ പെണ്ണ് കെട്ടി നടക്കാം, പിന്നെ ഇത്താത്താക്ക് എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല? ഇത് കേട്ടതും മുജീബ് ദേഷ്യത്തോടു കൂടി വിളിച്ചു. നജീബ്, ഇക്കാക്ക ഒന്നും പറയണ്ട, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഇതെല്ലാം കേട്ട് സാബിറ എന്ത് ചെയ്യണം എന്നറിയാതെ സ്തംഭിച്ചു നിന്നു. നജീബ് എല്ലാവരോടുമായി പറഞ്ഞു. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പൊരുത്തം അനുസരിച്ചാണ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികയുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചേർന്ന് ഇത്താക്ക് മച്ചി എന്ന പേര് ചാർത്തി കൊടുത്തു. ആ സമയത്ത് അവളെ ആശ്വസിപ്പിക്കേണ്ട ഭർത്താവ് മറ്റുള്ളവരുടെ വാക്കും കേട്ട് മറ്റൊരു വിവാഹം കഴിച്ച് അവരുടെ മുന്നിൽ സുഖമായി ജീവിക്കുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത്താടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അത് കേട്ടതും ഉമ്മ ദേഷ്യം കൊണ്ട് വിറഞ്ഞു തുള്ളി. ഇവൻ പോയപ്പോൾ അവൾ കണ്ട വഴിയായിരിക്കും നീ അല്ലേടാ. ഇത്ര പെട്ടെന്ന് ഇവൾ നിന്നെ വശീകരിച്ചെടുത്തതെങ്ങനെ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഉമ്മ ഇനി അതുകൂടി ആ പാവത്തിൻ്റെ തലയിൽ ഇടണ്ട. പ്രായത്തിന് മൂത്തതാണെങ്കിലും അവർ ഒരനിയനെ പോലെ അല്ലാതെ എന്നെ കണ്ടിട്ടില്ല. ഒരുത്തൻ്റെ ജീവിതത്തിൽ നിന്ന് ആ നാശത്തെ ഒഴിവാക്കിയപ്പോൾ നീയായിട്ട് അവളെ സ്വീകരിക്കാൻ പോവാണോ? ഉപയോഗമില്ലാത്തത് കണ്ടാൽ അത് വലിച്ചെറിയണം, അല്ലാതെ. ദേഷ്യത്തോടു കൂടി ഉമ്മ നജീബിനോട് പറഞ്ഞു. സാബിറയുടെ ഹൃദയം കീറി മുറിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു നബീസുമ്മയുടെ ആ വാക്കുകൾക്ക്. എല്ലാം കേട്ട് മിണ്ടാതിരിക്കുന്ന മുജീബിനോട് അവൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി.
മുജീബ് ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് എണീറ്റ് പോയതും പിന്നാലെ മുബീനയും പോയി. സാബിറ കണ്ണീരോടെ തന്നെയായിരുന്നു നേരം വെളുപ്പിച്ചത്. അവളുടെ കണ്ണീർ വീണ തലയണ കുതിർന്നിരുന്നു. കാലത്ത് നജീബിനുള്ള ചായയുമായി സാബിറ നജീബിൻ്റെ റൂമിലെത്തി. സാബിറ സങ്കടത്തോടുകൂടി അവനെ വിളിച്ചു. നജീബ്. വിളി കേട്ട് നജീബ് തിരിഞ്ഞു നോക്കിയത് കയ്യിൽ ചായക്കപ്പുമായി നിൽക്കുന്ന സാബിറയെയാണ് കണ്ടത്. ആ മുഖം കണ്ടാൽ അറിയാം കരഞ്ഞു തീർക്കുന്ന ദിവസങ്ങളാണ് അവളുടേതെന്ന്. അവൻ വേഗം തന്നെ ചായക്കപ്പ് വാങ്ങി. ആ സമയത്ത് സാബിറ നജീബിനോട് പറഞ്ഞു, നജീബ്, ഇന്നലെ അങ്ങനെ ഒന്നും സംസാരിക്കണ്ടായിരുന്നു. നജീബിനെ എന്നും ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് കാണാനാണ് എനിക്കിഷ്ടം. അത്രയും പറഞ്ഞതും അവൾ കരഞ്ഞുപോയി. ഇന്ന് വരെ ഞാൻ ഇത്താത്തയായി തന്നെയാ കണ്ടത്. ആ ഒരു സ്നേഹവും ബഹുമാനവും ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇക്കാക്ക ഇത്താത്താനോട് കാണിച്ച ക്രൂരത കാണുമ്പോൾ അവർക്ക് മുന്നിൽ ഇത്താത്ത സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. വേണ്ട നജീബ്, വെറുതെ നജീബിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. നല്ലൊരു ജീവിതം നജീബിന് കിട്ടും. പക്ഷേ ഇത്താത്തയുടെ ജീവിതം, ഒരു ഉമ്മ ആവാൻ പഠിച്ചവൻ എന്നെ അനുഗ്രഹിച്ചില്ല. എൻ്റെ ജീവിതം ഇനി എങ്ങനെ ആയാൽ എന്താ? അവർ സംസാരിച്ച് നിന്ന സമയത്ത് നബീസുമ്മ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാണല്ലേ നിനക്കിവിടെ പണി? വെറുതെ അല്ല അവൻ നിന്നെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഉമ്മയുടെ സംസാരം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഉമ്മയെ കണ്ടതും സാബിറ ചോദിച്ചു, എന്താ ഉമ്മ? ഇതേ സമയം ദേഷ്യത്തോടുകൂടി നബീസുമ്മ ചോദിച്ചു, ചായയുമായിട്ട് വന്ന് നീ അവനെ വശീകരിക്കുകയായിരുന്നു അല്ലേടി ഉമ്മ? സാബിറ വിഷമത്തോടുകൂടി വിളിച്ചു. ഇതേ സമയം നബീസുമ്മ മുജീബിനെ വിളിച്ചു. ഉമ്മയുടെ വിളി ഇഷ്ടപ്പെടാതെ ഈ ഉമ്മയുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് മുജീബ് നീരസത്തോടുകൂടി ഇറങ്ങി വന്നു. മുജീബ് വന്നത് ഉമ്മയോട് ചോദിച്ചു, എന്താ ഉമ്മ? കണ്ടില്ലേ നീ ഇവളുടെ സ്വഭാവം? ആരുമില്ലാത്ത നേരത്ത് ഇവന് ചായയുമായി വന്ന ഇവനെ മയക്കി എടുക്കുകയായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് വേറെ ഒന്നും നടന്നില്ല. തലയും താഴ്ത്തി നിൽക്കുന്ന സാബിറയെ മുജീബ് വെറുപ്പോടുകൂടി നോക്കി. ഉമ്മ എന്താ പറയുന്നത്? ഇത്താത്ത എനിക്ക് ചായയുമായി വന്നതാ. ഇതിനു മുമ്പും ഇത്താത്ത എൻ്റെ മുറിയിൽ ചായയുമായിട്ട് വന്നിട്ടുണ്ട്. അതന്ന്. ഇപ്പോൾ ഇവളുടെ ഉള്ളിലിരിപ്പ് അതല്ല. കെട്ടിയോൻ ഉപേക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂട്ട് വേണം എന്ന് കരുതി നടക്കുന്നവളാ. നിന്നെ തന്നെ വശീകരിച്ചെടുക്കുന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അത് കേട്ടതും സാബിറ കണ്ണീരോടുകൂടി അവർക്ക് മുന്നിൽ നിന്നും ഇറങ്ങി നടന്നു. ചാവാൻ നേരം നിങ്ങൾക്കൊരു തുള്ളി വെള്ളം തരാൻ അവളെ കാണൂ. ഇപ്പോൾ ഉമ്മ കൂടെ നിർത്തുന്നവരാരും അന്ന് കൂടെ ഉണ്ടാവില്ല. ഉമ്മ അത് മറക്കണ്ട. ആ സമയം നബീസുമ്മ ദേഷ്യത്തോടുകൂടി നജീബിനോട് പറഞ്ഞു, ആ മച്ചിപ്പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് എനിക്ക് മരിക്കണ്ട. ഇത് കേട്ടതും നജീബ് ഉമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബാത്റൂമിലേക്ക് കയറുന്ന മുബീനയെ നോക്കി മുജീബ് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. ഉമ്മ അയൽവക്കത്ത് ഖദീജത്താടെ വീട്ടിലേക്ക് പോയതാണ്. നജീബ് ആണെങ്കിൽ പുറത്തു പോയിരിക്കുകയാണ്. അതേസമയം സാബിറ കിച്ചണിൽ തകൃതിയായി പണിയിലായിരുന്നു. ആ സമയത്ത് കിച്ചണിലേക്ക് വന്ന മുജീബിനെ കണ്ട് സാബിറ അവനെ ഒന്നു നോക്കാൻ പോലും ആവാതെ വേദനയോടെ തൻ്റെ ജോലിയിൽ മുഴുകി. മുജീബ് സാബിറയുടെ അടുത്ത് വന്നിട്ട് വിളിച്ചു, സാബി, മുബീന ബാത്റൂമിലാണ്. നീ ഗ്യാസ് ഓഫ് ചെയ്ത് വന്നേ, നമുക്ക് റൂമിൽ പോകാം. അതേസമയം സാബിറ മുജീബിനോട് പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വച്ച് പറഞ്ഞാൽ മതി. അതിന് മുറിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഇപ്പോൾ തനിച്ചായതുകൊണ്ടാണ് നജീബുമായി അടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയാം. നിനക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. ഇപ്പോൾ അവൾ ബാത്റൂമിലാണ്. കുളി കഴിയാൻ 20 മിനിറ്റെങ്കിലും എടുക്കും. അവൻ അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞത് സാബി ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. മുജീബിൻ്റെ ആ പെരുമാറ്റത്തിൽ സാബിറാക്ക് നല്ല ദേഷ്യം വന്നു. തൊട്ടു പോകരുതെന്നെ. നിങ്ങൾ എന്താ കരുതിയത്? ഒരു പുരുഷൻ്റെ ചൂട് കിട്ടാഞ്ഞിട്ട് ഞാനിവിടെ കയറ് പൊട്ടിച്ച് നിൽക്കുകയാണെന്നോ? രാത്രി ഭാര്യയെ ഉറക്കിയിട്ട് വരാൻ പോലും എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പോഴും എന്നെ സൂചിപ്പിക്കാൻ വന്നതല്ലേ? എങ്കിൽ ഭാര്യ ഉറങ്ങുന്നതിന് മുന്നേ ചെല്ലാൻ നോക്ക്. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ സങ്കല്പിക്കാൻ പോലും ഒരു പെണ്ണിനും ആവില്ല. ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. സ്റ്റോറി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത പാർട്ട് നാളെ ഇതേ സമയത്ത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ 2 വരി കുറിക്കാൻ മറക്കരുത്.